കേരളം പിടിക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ലേ? കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിൽ 50ഇടത്ത് ബി ജെ പിക്കോ സഖ്യകക്ഷികൾക്കോ സ്ഥാനാർത്ഥികളില്ല. മറ്റു പാർട്ടികൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ 5000-ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. തൽക്കാലം അത് വിശ്വസിക്കേണ്ട. ബി ജെ പിയുടെ ഔദ്യോഗിക കണക്കു തന്നെ നോക്കാം. 23,505 ഡിവിഷനുകളിൽ 2,440 ബി ജെ പിക്കോ സഖ്യകക്ഷികൾക്കോ സ്ഥാനാർത്ഥികളില്ല. 10% സ്ഥലത്താണ് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കഴിയാത്ത ഇടങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നതല്ലേ ഇത് വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77% വാർഡിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ അത് 89.5% കൂടി എന്നുമാണ് ബി ജെ പിയുടെ അവകാശവാദം. പക്ഷേ അപ്പോഴും കേരളത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള ചിഹ്നവും താമര തന്നെയാണ്. കേരളത്തിൽ ഇരു മുന്നണികളെയും നയിക്കുന്ന CPM-നും കോൺഗ്രസിനും തങ്ങളുടെ സീറ്റുകളിൽ നല്ലൊരു ശതമാനവും ഘടകകക്ഷികൾക്ക് വീതം വെച്ച് നൽകേണ്ടി വരുമ്പോൾ ബി ജെ പി ഇങ്ങനെ ഘടകകക്ഷികൾക്ക് ആകെ നൽകി അവർ മത്സരിക്കുന്നത് 378 വാർഡുകളിൽ മാത്രമാണ്. ചുരുക്കം ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോകുന്നത് ഏതു മുന്നണിക്കായാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 10%-ലേറെ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഒരു പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പാർട്ടിയുടെ ശക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്.